അഡ്വക്കേറ്റ് ബാലദേവ, മുസ്ലിം സ്ത്രീകൾക്ക് മോസ്കിൽ പോയി നിസ്കരിക്കാനുള്ള അനുവാദം ഇല്ല, അതിനുള്ള അവസരമില്ല. പക്ഷേ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു കോളേജിൽ നിസ്കാരത്തിന് പ്രത്യേക സ്ഥലം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടാണ് സമരം. ഈ സമരം നയിക്കുന്നത് ആരാ? SFI, MSF. ഇവർ ഒരു ഭാഗത്ത് പറയുന്നു കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും മതസൗഹാർദ്ദമാണ് ഞങ്ങൾ കാക്ഷിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത് എന്നൊക്കെ ഒരു ഭാഗത്ത് പ്രസംഗിക്കുകയും മറുഭാഗത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി യോജിച്ച് സമരം നടത്തുകയും ചെയ്യുന്നു. നേരത്തെ ശ്രീ RV ബാബു ചൂണ്ടിക്കാണിച്ചു, കോഴിക്കോട് ഒരു വിദ്യാലയത്തിൽ ഗണപതി ഹോമം നടത്തിയപ്പോൾ എന്ത് പുകിലായിരുന്നു. SFIക്കാരും DYFIക്കാരും സംഘടിച്ചെത്തി ഹോമം നടത്തിയവരെ കൈകാര്യം ചെയ്തത് നാമൊക്കെ കണ്ടതാണ്. എന്നാൽ നിസ്കാര സ്ഥലത്തിന് സമരം നയിച്ചത് ഇതേ SFI ആണ്. ഗണപതി ഹോമം പാടില്ല, പറ്റില്ല, എന്നാൽ നിസ്കാരമാവാം. ഇതാണോ ഇടതുപക്ഷം മതേതരത്വം അല്ലെങ്കിൽ മതനിരപേക്ഷത എന്നീ സംജ്ഞകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഡ്വക്കേറ്റ് ബാലദേവ്, താങ്കളോടാണ് ചോദ്യം. ശരി. മതേതരം എന്ന് പറഞ്ഞാൽ മതം അധികം ഇതരം എന്നാണ്. എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് മാറി നിർത്തേണ്ടത്. മതപരമായിരിക്കില്ല. നമ്മുടെ ഭരണഘടനയും അത് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയൊരു മതേതരത്വ ഭരണഘടനയാണ് നമ്മുടെ. ഇവിടെ നിങ്ങൾ അറിഞ്ഞോ എന്നറിഞ്ഞതിന്റെ ഒരു സംഭവം ഫെബ്രുവരി മാസത്തിലുണ്ടായി 2024. ശ്രീ ബാബുജിയൊക്കെ അറിഞ്ഞാണ്. ദക്ഷിണ കന്നഡയിൽ അങ്കത്തടക എന്നൊരു സ്കൂളിൽ ഫെബ്രുവരി മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് കുട്ടികൾ നിസ്കരിച്ചു. അതിന്റെ വീഡിയോ അവർ തന്നെ എടുത്തിട്ടു. ആ സ്കൂളിൽ വലിയ ഇഷ്യൂ ഉണ്ടായി. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചെന്ന് അവിടെ സമരം ചെയ്തു. അവർ ഞങ്ങളുടെ മതപരമായ ആചാരം നടത്തുമെന്ന് പറഞ്ഞു. ഒടുവിൽ സ്കൂൾ മാനേജ്മെന്റ് അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സ്കൂളിൽ വരുന്നത് പഠിക്കാനാണ്, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരാചാരവും പാടില്ല എന്ന് പറഞ്ഞു. ഇത് ദക്ഷിണ കന്നഡയിൽ ഈ 2024 ഫെബ്രുവരി മാസം നടന്ന ഒരു സംഭവമാണ്. അത് പറഞ്ഞതുപോലെ ആരും മാധ്യമങ്ങളൊന്നും അറിഞ്ഞില്ല, വലുതായിട്ട് അത് ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, അവർക്ക് പ്രധാനമായിട്ട് 5 പ്രാവശ്യമാണ് അവര് നിസ്കരിക്കുന്നത്. സുബഹ്, ലുഹർ, അസർ, മഗ്രിബ്, ഈശ, ഇങ്ങനെ 5 പ്രാവശ്യമാണ് അവര് നിസ്കരിക്കുന്നത്. അപ്പൊ നിസ്കരിക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഖിബില എന്ന് പറഞ്ഞാൽ മക്കയിലെ ഖാബയിലേക്ക് തിരിഞ്ഞു നിന്ന് സ്വലാത്താണ് നിസ്കാരമുള്ളത്. ഇത് അവരുടെ മതപരമായ ആചാരമാണ്. അതിനകത്ത് 5 ആചാരങ്ങളാണ് അവർക്ക് നിർബന്ധമായിട്ട് സുന്നി വിഭാഗത്തിൽ പറയുന്നത്. ഷിയായ്ക്കകത്ത് ഒരു വ്യത്യാസമുണ്ട്. ഷഹദ്, സ്വലാഹ്, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, അത് അവരുടെ മതപരമായ ആചാരങ്ങളാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് ആര് നടത്തിയാലും, ക്രിസ്ത്യാനി നടത്തിയാലും, ഹിന്ദു നടത്തിയാലും, മുസ്ലിം നടത്തിയാലും, അവിടെ മതപരമായ ആചാരങ്ങളൊന്നും പാടില്ല എന്ന് തന്നെയാണ്. കാര്യം ഇന്ന് മുസ്ലിം വിദ്യാർത്ഥികൾ അങ്ങനെ ഒരു ആചാരവുമായിട്ട് വന്നാൽ കന്നഡയിൽ പറഞ്ഞത് തന്നെയാണ്, നാളെ ഹിന്ദുക്കൾ അങ്ങോട്ട് വന്നുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഗണപതി ഹോമം നടത്തണം, അല്ലെങ്കിൽ തൃശ്ശൂല പൂജ നടത്തണം, ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവർ വന്നിട്ട് ഞങ്ങൾക്ക് പിന്നെ അവിടുത്തെ ഈസ്റ്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കുരുത്തോല പെരുന്നാളുണ്ട്. അതുപോലെ തന്നെ ഈ കുരിശ് ആയിട്ട് പോകുന്ന കുരിശുമലയിൽ പോകുന്ന ആചാരങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാലയ അന്തരീക്ഷം അത് ആര് തന്നെ ആയിരുന്നാലും അത് അങ്ങേയറ്റം ദോഷകരമായിട്ട് മാറും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ SFIക്കാർ വിദ്യാർത്ഥികൾ എന്താണ് ഇങ്ങനെ MSFുമായിട്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. കാര്യം SFI MSFും വടക്കൻ ജില്ലകളിൽ ഏറ്റവും ശക്തമായിട്ട് എതിർത്ത് നിൽക്കുന്ന 2 വിദ്യാർത്ഥി സംഘടനകളാണ്. മലപ്പുറം ജില്ലകളിലൊക്കെ SFIക്ക് KSU അല്ല ഏറ്റവും ശക്തമായ എതിരാളികൾ MSF ആണ്. അപ്പൊ ആ MSF എന്ന വിദ്യാർത്ഥിയുമായിട്ട് ചേർന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും സ്കൂളിന്റെ ഒരു അന്തരീക്ഷത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ്. എല്ലാ മതങ്ങളെയും നമ്മൾ ഒന്നായിട്ട് കാണണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാടില്ല എന്നുള്ളൊരു ചിന്താധികം ഞങ്ങൾ മൊത്തത്തിൽ ഇടതുപക്ഷക്കാരുടെ മൊത്തത്തിലുള്ള ഒരു ചിന്താഗതി അതാണ്. എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചതെന്ന് അറിയില്ല. നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഈ സംഭവം നടത്തി കൂടുതൽ സമയമായിട്ടില്ല. എന്തായാലും സ്കൂൾ മാനേജ്മെന്റ് ഒരു തീരുമാനമെടുക്കാനായിട്ട് തീർന്നുണ്ട്. ഈ സ്കൂള് പിന്നെ കോതമംഗലം അതിരൂപതയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആ അതിരൂപത കൂടി അതിന് വേണ്ടുന്ന തീരുമാനങ്ങൾ. അപ്പൊ ഈ കാര്യങ്ങളോടൊന്നും ഇടതുപക്ഷം ഒന്നും പരിപൂർണമായിട്ട് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് അത് തന്നെയാണ്.